ഹായ് ഓൾ, ഇന്ന് നമ്മൾ ഇക്വേഷൻസ് റെഡ്യൂസിബിൾ ടു ലീനിയർ ഫോം ആണ് നോക്കുന്നത്. അതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. സോൾവ് എക്സ് പ്ലസ് 1/2x + 3 = 3/8. ഇതെങ്ങനെയാണ്? ഇവിടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എന്ന് പറയുന്നത് ലീനിയർ ഫോമിലല്ല. അപ്പോൾ ഇങ്ങനത്തെ ഇക്വേഷൻസിലൊക്കെ നമ്മൾ എന്ത് ചെയ്യും? ലീനിയർ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാണ് ചെയ്യാം. ലീനിയർ ഫോമിലേക്ക് എങ്ങനെയാണ് കൺവേർട്ട് ചെയ്യുക? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? എക്സ് പ്ലസ് 1 × 8 = 3 × 2x + 3 എന്ന് കിട്ടി. എക്സ് പ്ലസ് 1 × 8 എന്ന് പറഞ്ഞാൽ എന്താ? 8x + 8 = 6x + 9 എന്ന് കിട്ടി. ഇപ്പം ഇങ്ങോട്ട് എടുക്കാം. ട്രാൻസ്പോസിങ് 6x to LHS നമുക്ക് എന്ത് കിട്ടും? 2x + 8 = 9 എന്ന് കിട്ടി. ട്രാൻസ്പോസിങ് 8 to RHS നമുക്ക് എന്ത് കിട്ടും? 2x = 9 - 8 = 1 എന്ന് കിട്ടി. ഡിവൈഡിങ് both sides by 2 x = എന്താ? 1/2 എന്ന് കിട്ടി. x = 1/2. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Percentage of Anu and Raj are in the ratio 4:5. 8 years from now, the ratio of their ages will be 5:6. Find their percentages. എന്താ പറഞ്ഞിട്ടുള്ളത്? പെർസെൻറ്റേജ് ഓഫ് അനു ആൻഡ് രാജ് 4:5 റേഷ്യോയിലാണ് ഉള്ളത്. അപ്പം 8 വർഷം കഴിഞ്ഞാൽ അവരുടെ റേഷ്യോ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 5:6 പറഞ്ഞ റേഷ്യോയിലാണ് ഉണ്ടാവുക എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അവരുടെ പെർസെൻറ്റേജ് കാണാനാണ് പറഞ്ഞത്. അപ്പം നമുക്ക് പെർസെൻറ്റേജ് നോക്കാം. ലെറ്റ് പെർസെൻറ്റേജ് ഓഫ് അനു = 4x and percentage of രാജ് എത്രയായിരിക്കും? 5x. 4:5 റേഷ്യോയിലായതുകൊണ്ട് പെർസെൻറ്റേജ് ഓഫ് അനു 4x ഉം പെർസെൻറ്റേജ് ഓഫ് രാജ് 5x ഉം. 8 years from now അനു സേജ് 8 years from now അനു സേജ് എന്തായിരിക്കും? 4x + 8. രാജ് സേജ് എന്തായിരിക്കും? 5x + 8. ഒന്നുമില്ല, 8 വർഷം കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ 8 വർഷം ആഡ് ചെയ്യാം. ഇത് എത്രയും തന്നിട്ടുണ്ട്? 5:6 എന്നുള്ള റേഷ്യോയിലാണ് തന്നിട്ടുണ്ട്. അപ്പൊ 4x + 8/5x + 8 = 5:6 ആണെന്ന് തന്നിട്ടുണ്ട്. 5/6 എന്ന് പറഞ്ഞാൽ 5/6 എന്നാണ് അർത്ഥം. അപ്പൊ ഇങ്ങനെ കിട്ടി. ഇത് ഇക്വേഷൻസ് റെഡ്യൂസിബിൾ ടു ലീനിയർ ഫോമിന്റെ ഫോർമാറ്റിലാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യും. 4x + 8 × 6 = 5 × 5x + 8 എന്ന് കിട്ടി. ഇതെങ്ങനെയാണ്? 4x + 8 × 6 എന്ന് പറഞ്ഞാൽ 4 × 6 24x + 8 × 6 48. 5 × 5 25x + 5 × 8 40. ട്രാൻസ്പോസിങ് 24x to RHS നമുക്ക് എന്ത് കിട്ടും? റൈറ്റ് സൈഡിലെ x + 40 എന്ന് കിട്ടും. 25 - 24 എന്ന് പറഞ്ഞാൽ x ആണ്, +40. ഈ ഭാഗത്ത് എന്താണ്? 48. ഇനി നമുക്ക് ഈ ഭാഗത്തേക്ക് എടുക്കാം 40നെ. ട്രാൻസ്പോസിങ് 40 to LHS നമുക്ക് എന്ത് കിട്ടും? 48 - 40 = x. x = എന്ത് കിട്ടും? 48 - 40 എന്ന് പറഞ്ഞാൽ 8. നമുക്ക് x 8 ആണ് കിട്ടി. പെർസെൻറ്റേജ് ഓഫ് അനു എത്രയായിരിക്കും? = 4 × 8 = എന്താ? 32. പെർസെൻറ്റേജ് ഓഫ് രാജ് എന്തായിരിക്കും? 5 × 8 എന്താ? 40.